നമസ്കാരം. റിയൽ ടേസ്റ്റിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. നമ്മൾ ഇന്ന് നിൽക്കുന്നത് ഷെഫീൽഡ് ഇൻസ്റ്റിറ്റ്യൂട്ട്. ഇവിടെ നമ്മോടൊപ്പം നമ്മുടെ ഷെഫായിട്ട് സജീവ് വേലപ്പൻ സാറുണ്ട്, പിന്നെ സ്റ്റുഡൻറ് ഷെഫായിട്ട് ടീന മരിയ ഉണ്ട്. നമുക്ക് ഇന്ന് എന്ത് വിഭവമാണ് ഉണ്ടാക്കുന്നത് നോക്കാം. വെജ് സൂപ്പാണ് ഉണ്ടാക്കുന്നത്. ഓക്കെ, വെജിറ്റബിൾ സൂപ്പിന് നമ്മൾ ഒരു പുതിയ കൺസെപ്റ്റ് തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്. അതായത് നമ്മുടെ വീട്ടിലുള്ള വിഭവങ്ങൾ വെച്ച് എങ്ങനെ മാക്സിമം ഒരു പ്രൊഫഷണൽ ഇതും കൂടി മിക്സ് ചെയ്തതിന് ശേഷം ഒരു സൂപ്പ് ഉണ്ടാക്കാം. അപ്പോൾ എനിക്ക് അവൈലബിൾ ക്ലിയർ അല്ല, നമ്മൾ സൂപ്പുകൾ പല തരത്തിൽ നമ്മൾ തരംതിരിച്ചിട്ടുണ്ട്. നമ്മളൊരു ക്രീമി സൂപ്പാണ്, അതായത് പ്യൂരി സൂപ്പ്. അതായത് നമ്മൾ നമ്മുടെ വെജിറ്റബിളൊക്കെ എടുത്തിട്ട് നമ്മൾ പ്യൂരി ആക്കും. ഇതെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് ഒരു അവയർനെസ് എല്ലാവർക്കും അറിയാം, എന്നിരുന്നാലും ഒരു ചെറിയൊരു അവയർനെസ് ഈ സൂപ്പിനെ കുറിച്ച് നമ്മൾ കൊടുക്കും. ഒരു സൂപ്പിന് എന്തെല്ലാം വേണം, എന്തെല്ലാം കൂടിയതാണ്. നമ്മളിത് വെജിറ്റബിൾ സൂപ്പിന് വേണ്ടി അത്യാവശ്യം ഏത് സൂപ്പായാലും അതിന് ബേസ് സ്റ്റോക്കാണ്. അപ്പോൾ വെജിറ്റബിൾ സ്റ്റോക്കാണ് നമ്മൾ ഇട്ടിരിക്കുന്നത്. സ്റ്റോക്ക് എന്ന് പറയുമ്പോൾ നമ്മൾ എന്തൊക്കെയാണ്? സ്റ്റോക്ക് എന്ന് വെച്ചാൽ വാട്ടർ പ്ലസ് അതിൻ്റെ എസൻസ് എന്താണോ വെജിറ്റബിൾ നമ്മൾ ഉപയോഗിക്കാവുന്നത്. ഇപ്പോൾ നമ്മൾ ഹോട്ടലിലൊക്കെ ആണെങ്കിൽ നമ്മൾ ട്രിമ്മിങ്സ് എന്ന് പറയും, അതായത് നമ്മൾ കട്ട് ചെയ്ത ക്ലീനായ വെജിറ്റബിളിൻ്റെ സൂപ്പിൽ ഉപയോഗിക്കാറുണ്ട്. ഭാഗങ്ങളെടുത്ത് നമുക്ക് ഇതിൽ ഉപയോഗിക്കാം. ഒരു ഗാർലിക്, ബേ ലീഫ്, കോണ്ടിനെൻ്റൽ കൺസെപ്റ്റാണ്. നമ്മൾ ഒഴിവാക്കാവുന്ന എന്നാൽ സൂപ്പിലെടുക്കാവുന്നത്, എന്നാൽ നമുക്ക് കൺസ്യൂം ചെയ്യാൻ പറ്റുന്ന വെജിറ്റബിൾ ഇട്ടിട്ട് നമ്മൾ വെള്ളം തിളപ്പിക്കുന്നത്. അപ്പോൾ അത് ചിക്കൻ സ്റ്റോക്കൊക്കെ ആണെങ്കിൽ അത് കുറച്ച് നേരം 1 മണിക്കൂർ 1.5 മണിക്കൂറൊക്കെ. അപ്പോൾ വെജിറ്റബിൾ സൂപ്പാണെങ്കിൽ ഏകദേശം ഒരു അരമണിക്കൂർ കൊണ്ട് നമുക്ക് സ്റ്റോക്ക് ആവും. അപ്പം നമുക്ക് വേണ്ടിയുള്ള സ്റ്റോക്ക് ഇവിടെ ഇട്ടിരിക്കാം. അതിൽ ക്യാരറ്റ്, സെലറി, ലീക്സ് നമുക്ക് ഇടാം. ഇതൊരു കോണ്ടിനെൻ്റൽ കൺസെപ്റ്റ് ആണെങ്കിൽ ഇത്ര സാധനം നമുക്ക് ഇടാം. അതല്ല വേറെ നമ്മൾ വീട്ടിലാണെങ്കിൽ ഒരു ഒനിയൻ, ഗാർലിക്, ഉള്ളി, വെളുത്തുള്ളി, ഇപ്പം ചേമ്പും തണ്ടാണെങ്കിലും ഇടണം എന്നാണ് ഞാൻ പറയുന്നത്. അത് ശരി. അതായത് നമുക്കൊരു പേഷ്യൻ്റ് ആണെങ്കിലും ഒരു ഹെൽത്തി ആളായാലും ഈ സൂപ്പ് ഉപയോഗിക്കാം. ഞാൻ ഒരു കൺസെപ്റ്റ് എടുക്കുന്നത് ഇപ്പോൾ എപ്പോഴും ഹെൽത്ത് കോൺഷ്യസ് ആയ ആൾക്കാരുണ്ട്, പൊതുവെ ഹെൽത്ത് കോൺഷ്യസ് ആണ്, അവർക്ക് കലോറി കുറഞ്ഞ അതിനുകൊണ്ട് നമ്മൾ റൂട്ട് വെജിറ്റബിൾ ഒഴിവാക്കി. അങ്ങനെ പല, അതായത് ഡിപ്പെൻഡിങ്. ഇപ്പോൾ ഒരു ഹെൽത്തി പേഴ്സൺ ആണെങ്കിൽ അവന് ഏത് സൂപ്പും കഴിക്കാം. ഒരു പേഷ്യൻ്റ് ആണെങ്കിൽ ടോട്ടലി ഡിഫറെൻറ്റ്. ചില ഒരു ഹെൽത്ത് കൺസെപ്റ്റ് ഉള്ള ആൾക്കാർക്ക് വേറെ. അപ്പോൾ നമ്മൾ പൊതുവായി കഴിക്കാവുന്ന ഒരു സൂപ്പാണ് ഉണ്ടായിരുന്നത്. ഞാൻ റൂട്ട് വെജിറ്റബിൾ അധികം ഒഴിവാക്കി. അപ്പോൾ നമ്മൾ ക്യാരറ്റാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ടേസ്റ്റ് ബാലൻസ് ചെയ്യാനും കൂടി ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. മഷ്റൂം നല്ല പ്രോട്ടീനുള്ള ഒരു ഇതാണ്. അതുപോലെ നമ്മൾ ബ്രോക്കോളി ഭയങ്കര നല്ലതാണല്ലോ. ഒത്തിരി തീർച്ചയായും എല്ലാവർക്കും അറിയാം, കേട്ടിട്ടുണ്ട്. അപ്പൊ സാറിനെ പോലുള്ളവർക്കൊക്കെ ആകുമ്പോൾ അത് അറിയാലോ. ഇത് നമ്മൾ കോളിഫ്ലവർ എടുത്തിട്ടുണ്ട്. കോളിഫ്ലവറിൽ ഒട്ടും കലോറി ഇല്ല, വളരെ കുറഞ്ഞ കലോറി ഉള്ളൂ. അതുപോലെ നമ്മൾ പ്രോട്ടീൻ ആണ്, അതെ, ഒത്തിരി പ്രോട്ടീൻ ഉള്ളതാണ്. അതുപോലെ ഒനിയൻ, ഗാർലിക്. അപ്പൊ ഞാൻ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു റിയൽ കോണ്ടിനെന്റൽ അല്ല. അപ്പോൾ ഞാനൊരു കളറിന് വേണ്ടി അല്പം ടർമറിക്കൊക്കെ ചേർക്കുന്നുണ്ട്. കാരണം ഏത് സൂപ്പായാലും ഏത് ഐറ്റം ആയാലും കാണുന്ന പിന്നീട് അതിന് ഫ്ലേവർ പിന്നെയാണ് ടേസ്റ്റ് വരുന്നത്. അതുകൊണ്ട് നമ്മൾ അങ്ങനെയും കൂടി എടുത്തിട്ടുണ്ട്. അതെ, ഹിന്ദി മസാല ഉപയോഗിക്കണില്ല, കാരണം എരിവ് സ്പൈസി ഒത്തിരി നമ്മൾ ഉപയോഗിക്കും. അതിന് പകരം നമ്മൾ നമ്മുടെ കുരുമുളക് പൗഡർ, കറുത്തത് ഉപയോഗിക്കും. അങ്ങനെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. കുട്ടികൾക്കാണെങ്കിലും ഇതൊരു പ്യൂരി സൂപ്പാണ്. ചിലപ്പോൾ ക്ലിയർ സൂപ്പ് ആയിരിക്കും നല്ലത്, പക്ഷെ പ്യൂരി സൂപ്പ് ചിലപ്പോൾ ഒരു മെയിൻ കോഴ്സ് ആയിട്ടും ഉപയോഗിക്കണമെങ്കിൽ നമുക്കിത് ഉപയോഗിക്കാം. വൺ ടൈം നമുക്കൊരു ഫുഡ് സ്കിപ്പ് ചെയ്തിട്ടാണെങ്കിലും നമുക്കത് യൂസ് ചെയ്യാൻ പറ്റും. അതെ, തീർച്ചയായും. ഒരു ഡയറ്റ് ഉള്ള ആൾക്കും ഒരു ഫാസ്റ്റിംഗ് ഉള്ള ആൾക്കും ഫാസ്റ്റിങ്ങിന് ശേഷം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാവുന്നത് ഒരു സൂപ്പിൽ തുടങ്ങാം. നമുക്ക് ഈ പല ആൾക്കാർക്ക് ഒരു ഉദാഹരണം വെള്ളം കുടിച്ച് ഒരു തിൻ സൂപ്പായിട്ട് എടുക്കാം. സൂപ്പുകൾ നമുക്ക് ഒരു ചെറുതായിട്ട് നമുക്ക് സൂപ്പുകളൊന്ന് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. സൂപ്പുകൾ പലതരത്തിലുള്ള സൂപ്പുകളുണ്ട്. നാഷണൽ സൂപ്പ്, ക്രീം സൂപ്പ്, തിൻ സൂപ്പ്, അങ്ങനെ സൂപ്പുകൾ ഒത്തിരി ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. എല്ലാവർക്കും അറിയാമായിരുന്നു. നമുക്കൊന്നും അറിഞ്ഞുകൂടാ സത്യം പറഞ്ഞാൽ. നമ്മൾ സൂപ്പ് എന്ന് പറഞ്ഞ കുറച്ച് തീർച്ചയായും ഇല്ല, പണ്ടത്തെക്കാളും നമ്മൾ പഠിപ്പിക്കുന്ന ആ സമയത്തെല്ലാം ഒത്തിരി വ്യത്യാസമുണ്ട്. നല്ല ഒരു അവയർനെസ് ഉണ്ട് അവർക്ക് എന്തെല്ലാം സൂപ്പാണ്. ഇതിപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇത് എങ്ങനെ വേണമെങ്കിൽ ഡൈവേർട്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ പഠിച്ച അതേ രീതിയിൽ അല്ലെങ്കിൽ കണ്ട രീതിയിലല്ല, നമ്മുടെ ടേസ്റ്റിന് നമ്മുടെ ആവശ്യം ഇതനുസരിച്ച് നമുക്ക് സൂപ്പുകൾ ഇൻഗ്രീഡിയൻസ് മാറ്റാം. ഞാനെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിനെനിക്ക് കളറും വേണം, അതേ സമയത്ത് ഒരു ക്രീമി ടേസ്റ്റ് വേണം. അതിൽ ഫ്ലോർ ചേർക്കണില്ല.
ഇതിൻ്റെ പ്രത്യേകിച്ച് ഗ്ലൂട്ടോൺ ഫ്രീ ആണ്. ഗ്ലൂട്ടോൺ ഫ്രീ. ഗ്ലൂട്ടോൺ ഫ്രീ ബഹുഭൂരിപക്ഷം ആൾക്കാർക്ക് ഗ്ലൂട്ടാൻ ഇഷ്ടമല്ല. പല അസുഖങ്ങൾക്കും റീസൺ ആവാൻ സാധ്യതയുള്ള ഗ്ലൂട്ടാൻ. ഇത് ഒരു ഗ്ലൂട്ടോൺ ഫ്രീ സൂപ്പ് കൂടിയാണ്. ഓക്കെ 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 ഓക്കെ. അങ്ങനെ കുറച്ചുണ്ട്. വേണമെങ്കിൽ എനിക്ക് തിക്കനിങ്ങിന് വേണ്ടി മൈദ ചേർക്കാമായിരുന്നു അല്ലേ? പക്ഷേ നമ്മൾ അങ്ങനെ ഒന്നുമില്ല. അല്ലെങ്കിൽ പിന്നെ ഓട്സ് ചേർക്കാം, മില്ലറ്റ് ചേർക്കാം, അങ്ങനെ ചേർക്കാം. അപ്പോൾ ഞാൻ മില്ലറ്റിലും ഗ്ലൂട്ടോൺ ഉണ്ട്. ഗ്ലൂട്ടോൺ ഫ്രീ ആണ്. അത് ചെറു ധാന്യങ്ങൾ ഇപ്പോൾ പ്രൊമോട്ട് ചെയ്യുന്ന സമയത്ത് തീർച്ചയായിട്ടും. അപ്പോൾ അതിൽ ഗ്ലൂട്ടോൺ ഫ്രീ ആണ്. അങ്ങനെയൊക്കെ. പിന്നെ നമുക്ക് ഇപ്പോൾ ധാന്യങ്ങൾ കൂടാതെ എന്തെങ്കിലും പരിപ്പ് വർഗ്ഗങ്ങൾ, പയറുവർഗ്ഗങ്ങൾ മുളപ്പിച്ചത് ചെറുപയറൊക്കെ. ഞാൻ കാണുന്ന പ്രേക്ഷകരോട് പറയുന്നത് നമ്മൾ ഇത് എന്താ പറയാ, ഫുഡ് ഒരു മെഡിസിനാന്ന് പറയുന്നത്. നമ്മുടെ കിച്ചൺ ഒരു ലാബ് പോലെയാണ്. അപ്പൊ നമ്മുടെ ഫുഡ് ഹോസ്പിറ്റൽ പോലെയാണ്. ഹോസ്പിറ്റലല്ല, മെഡിസിനാണ്. അപ്പൊ നമ്മൾ എത്രത്തോളം നമ്മൾ ഇമ്പ്രൂവ് ചെയ്യുന്നോ നമ്മൾ ഹെൽത്തി ആയിരിക്കും. അതുപോലെ വേറെ ഒരു കാര്യം പറയുന്നത് നമ്മൾ വെജിറ്റബിൾ എല്ലാം നന്നായി വാഷ് ചെയ്യാം. നമുക്ക് പെസ്റ്റിസൈഡ് അവോയ്ഡ് ചെയ്യാൻ പറ്റില്ല, എല്ലാവരും വീട്ടിലൊന്നും ഉണ്ടാവില്ല. നന്നായിട്ട് വാഷ് ചെയ്യുക, അതുപോലെ സാനിറ്റൈസ് ചെയ്തുള്ള സാധനങ്ങൾ ഉപയോഗിക്കുക, അങ്ങനെയൊക്കെ കാര്യങ്ങളുണ്ട്. നമുക്ക് സൂപ്പ് സ്റ്റാർട്ട് ചെയ്യാം. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ അത് നമ്മൾ പാൻ വെച്ചു. ഞാൻ അധികം ഒലിവ് ഓയിലാണ് ഉപയോഗിക്കുന്നത്. ഒലിവ് ഓയിലാണ് ഉപയോഗിക്കുന്നത്. ഒലിവ് ഓയിലിന്റെ ഹെൽത്ത് സൈഡ് എങ്ങനെയാണ് ഷെഫ്? ഞാൻ പറയുകയാണെന്ന് കഴിഞ്ഞാൽ ഞാൻ ഒരു കോണ്ടിനെന്റൽ കുക്കാണ്. കോണ്ടിനെന്റൽ കൺസെപ്റ്റാണ്. കോണ്ടിനെന്റലിന്റെ മാത്രമാണോ നമ്മൾ അല്ല, ഒലിവ് ഓയിൽ ഒന്നാമത് ഞാൻ പറയാം എക്സ്പെൻസീവ് ആണ്. തന്നെയല്ല ഫ്രൈ ഐറ്റങ്ങൾക്കൊന്നും ഏതൊരു ഓയിലും സ്യൂട്ടബിൾ അല്ല. ഇതിപ്പോൾ സലാഡ് പോലെയുള്ള കാര്യങ്ങൾക്ക് ഓക്കെ, നമ്മുടെ ടേസ്റ്റ് അല്ല. ഇതിന്റെ കാര്യം എന്ന് വെച്ചാൽ ഇതിന് ടേസ്റ്റും വ്യത്യാസമുണ്ട്. ഇതിപ്പോൾ ഒരു സൺഫ്ലവർ ഓയിലിന്റെ ഇതായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റില്ല, മറ്റുള്ള ഓയിലായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ ആധുനിക കുക്കിംഗ് രീതിയിൽ പൊതുവെ അക്സെപ്റ്റ് ചെയ്തതാണ് നമ്മുടെ കോക്കനട്ട് ഓയിൽ. ഹെൽത്തിയാണ് കോക്കനട്ട് ഓയിൽ. കോക്കനട്ട് പ്രോഡക്റ്റുകളെല്ലാം ഹെൽത്തിയാണ്. പക്ഷെ ഏതൊരു ഓയിലായാലും ഡീപ് ഫ്രൈ ചെയ്യുക, അത് നാശമായി. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഞാൻ ഒലിവ് ഓയിൽ തന്നെ ഉപയോഗിക്കും. നമ്മളൊരു ഹെൽത്തി കൺസെപ്റ്റ് ചെയ്തുകൊണ്ട് നമ്മൾ ഒലിവ് ഓയിലാണ് ഉപയോഗിക്കുന്നത്. നമുക്ക് ഒലിവ് ഓയിലൊന്നും അധികം ഉപയോഗിക്കണില്ല.